ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിന് ശേഷം ഞാൻ കണ്ട കാര്യം, ഇതിനെ ആധികാരികമായി നിഷേധിക്കുന്ന കണ്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ മാത്യു ടി തോമസിൻ്റെ ഒരു ഫേസ്ബുക്ക് ഇത് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു. അത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം പൊതുവെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ മണലിന് ഖനനത്തിന് അനുമതി കൊടുക്കുന്നത് വ്യവസായ വകുപ്പാണ് എന്നല്ല അദ്ദേഹത്തിനെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ഇതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ ഹോൾ പ്രോസസ്സിൽ ഈ സംഭവങ്ങളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്ന് നോക്കണം. എന്തായിരുന്നു ലക്ഷ്യം? അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി എന്താണ്? വാട്ടർ റെഗുലേഷനാണ്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വരികിൽ വെള്ളം എളുപ്പത്തിൽ ഒഴുകി കടലിലെത്തിക്കാൻ പറ്റുന്ന നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിൻ്റെ കീഴിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പവേഴ്സ് ഇൻവോക്ക് ചെയ്ത് ഈ കരിമണലുള്ള മേഖലയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി, അതായത് കരിമണൽ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പറ്റത്തുള്ളൂ. കരിമണൽ എടുക്കണമെങ്കിലോ മൈൻ ചെയ്യണമെങ്കിലോ മാറ്റണമെങ്കിലോ കേന്ദ്ര സർക്കാരിന് പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവർക്ക് കിട്ടാത്തതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈ ദുരന്ത നിവാരണത്തിൻ്റെ പേരിൽ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ എടുക്കുകയും അതിൻ്റെ ബേസ് ചെയ്ത് ദുരന്തം വരരുതല്ലോ, വെള്ളപ്പൊക്കം ഉണ്ടാവരുത്, അതുകൊണ്ട് പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിന്റെ വെളിച്ചത്തിൽ 31/5/2019 വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ഓർഡറാണ്. ഈ ഓർഡറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് ചെയർ ചെയ്ത ഒരു മീറ്റിംഗിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാക്കി വെള്ളപ്പൊക്കം വന്നാൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഓർഡർ തുടങ്ങുന്ന ഒരു ലൈൻ ഞാൻ വായിക്കാം. The accumulation of sand in Thottapalli spillway in Alappuzha district has affected the free flow of flood water to the sea, risking the Kuttanad area by flooding during the impending monsoon season 2018 witnessed severe flooding area. അപ്പോൾ 2018 പ്രളയത്തിന് ശേഷം അദ്ദേഹം ഇറക്കുന്ന ഒരു ഓർഡറിന്റെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ MS സ്വാമിനാഥൻ കമ്മീഷൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പ്രളയം വന്നാൽ കുട്ടനാട് ഏരിയ റിസ്കിലാവും എന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യണമെന്നും പറഞ്ഞ് 2019 അദ്ദേഹം ഇറക്കുന്ന ഒരു ഓർഡറിന്റെ ഡീറ്റെയിൽ ആണിത്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിട്ട് ടുവേഴ്സ് ദ എൻഡ് അപ്പോൾ എന്ത് പറയണം? എത്രയും പെട്ടെന്ന് മാറ്റി വെള്ളം ഫ്രീ ആയിട്ട് പോകണ്ടേ എന്നല്ലേ പറയണ്ടേ? അപ്പോൾ അതിൻ്റെ അകത്ത് ലാസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെൻറ്റൻസ് ഞാൻ വായിക്കാം. ഇതെല്ലാം പറഞ്ഞിട്ട് റേറ്റ് എല്ലാം അവർ പറഞ്ഞ പോലെ ഫിക്സ് ചെയ്തു, മണ്ണെടുക്കാനുള്ള റേറ്റ് എല്ലാം തീരുമാനിച്ചു, അവർ പറഞ്ഞ റേറ്റിന് മണ്ണ് കൊടുത്തു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ നിന്നിട്ട് ദ ചീഫ് എഞ്ചിനീയർ ഈസ് ഡയറക്റ്റഡ് ടു ടേക്ക് അർജന്റ് ആക്ഷൻ ടു എക്സിക്യൂട്ട് നെസസറി എഗ്രിമെന്റ് വിത്ത് ദ PSU മെൻഷൻഡ് അബവ് ആൻഡ് മൂവ് ഫോർവേഡ് ടു അവോയ്ഡ് ദ ലോസ് ഓഫ് സാൻഡ് ഡ്യൂറിംഗ് ദ ഇംപെൻഡിങ് മൺസൂൺ സോ ആസ് ടു അലൗ ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ പൊഴിമൗത്ത്. അതായത് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഫസ്റ്റ് പ്രയോറിറ്റി മൺസൂൺ വെള്ളം വന്ന് ആളുകൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ളതല്ല. വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് മണ്ണെടുക്കാൻ പറയാം വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റാണ്. വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് വൈ ദേ ആർ കൺസേൺഡ് അബൌട്ട് ദ സാൻഡ്? എന്തിനാണ് അവർക്ക് ഇത്ര വെപ്രാളം? അതായത് നിങ്ങൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. The chief engineer is directed to take urgent action to execute necessary agreement with the PSU mentioned above and move forward to avoid the loss of sand during the impending monsoon. അതായത് കഴിഞ്ഞ തവണത്തെ അനുഭവം ഉണ്ടായിട്ടും പിന്നീട് അവർ ചെയ്യുന്നത് മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് എടുക്കാനാണ് പറയുന്നത്, അല്ലാണ്ട് വെള്ളം പോകണം എന്നുള്ളതല്ല. സോ അവരുടെ കൺസേണും അവരുടെ പ്രയോറിറ്റിയും അവരുടെ ഇന്റൻഷനും തോട്ടപ്പള്ളി സ്പിൽവേയിൻ്റെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കരിമണൽ എടുക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ട് അതിനുള്ള പവർ അദ്ദേഹം പറഞ്ഞ് ശരിയാ, അദ്ദേഹത്തിന് റൈറ്റ് ഇല്ല, മൈനിങ് നടത്താനുള്ള റൈറ്റ് ഇല്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബോൾ പാസ് ചെയ്ത്, അതായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ബോൾ പാസ് ചെയ്ത് കിട്ടി, ഇദ്ദേഹം അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അവിടെ നിന്ന് മണ്ണെടുക്കാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ
വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോവുമല്ലോ. അപ്പം ഞാനിത് പറയുന്നത് കണക്ട് ചെയ്ത് പറയുന്നത്, വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോകുമെന്നതുകൊണ്ട് മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് മണ്ണെടുക്കാൻ പറയുന്നവർ അവരായിട്ട് വെള്ളം തുറന്നു വിട്ട് മണ്ണ് കളയില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു 2018. ഇവരുടെ അന്നത്തെ 2018 കൺസേൺ 2019 കൺസേൺ ഈ മണ്ണാണ്. അതല്ലെങ്കിൽ എന്തിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ മണ്ണെടുക്കണ കാര്യത്തിൽ വെപ്രാളപ്പെടണം, വേവലാതിപ്പെടണം? മണ്ണ് അവരുടെ കൺസേൺ അല്ലല്ലോ. അവര് വെള്ളം കടലിൽ ഒഴുക്കിയാൽ പോരെ, അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ പോരെ. ആ ലൈൻ വളരെ ക്ലിയർ ആണ്. മെൻഷൻഡ് അബൌവ് മൂവ് ഫോർവേഡ് ടു അവോയ്ഡ് ദ ലോസ് ഓഫ് സാൻഡ് ഡ്യൂറിങ് ദ ഇംപെൻഡിങ് മൺസൂൺ. വെള്ളം ഇവർ കെട്ടിവെച്ചാലും മഴ വരുമ്പോൾ പോവും. അപ്പോൾ ഒഴുക്കി വിടേണ്ട വെള്ളം അവർ ഒഴുക്കി വിടത്തില്ല, അവർക്ക് വെക്കാം. പക്ഷെ മോളിൽ നിന്ന് പറയാം, ആ മഴ പെയ്ത് വെള്ളം പോണതിന് മുമ്പ്, മഴ പെയ്ത് മണ്ണ് പോണതിന് മുമ്പ് എടുത്തോളം പറയാണ്. സോ ഇറ്റ് ഈസ് സോ ക്ലിയർ, സോ അപ്പാരന്റ്. ഇത് നാളുകളായി ഇത് നാട്ടിൽ നടക്കുന്ന കൊള്ളയാണ്. അതിന്റെ പേരിൽ കേരളം സഫർ ചെയ്താണ്, നോ ഡൗട്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ല മൈനിങ് ആൻഡ് ജിയോളജിയാണ്. അത് സാങ്കേതികമായി പറയുമ്പോൾ ശരിയാണ്. മൈനിങ് നടത്താൻ, മണ്ണെടുക്കാൻ അനുമതി കൊടുക്കാൻ കഴിയുന്നത് മൈനിങ് ആൻഡ് ജിയോളജിക്ക് അല്ലെങ്കിൽ വ്യവസായ വകുപ്പിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനാണെങ്കിലും ചെയ്തത് ഇദ്ദേഹമാണ്. ഈ എഗ്രിമെന്റ്, ഈ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എഗ്രിമെന്റിന്റെ പേരിലാണ് അവിടെ നിന്ന് മണ്ണെടുക്കാൻ സാധിച്ചത്. അപ്പൊ എന്നിട്ട് അതിൻ്റെ അകത്ത് അറിഞ്ഞോ അറിയാതെയോ അതിൽ കൃത്യമായിട്ട് വരികയാണ്, മണ്ണ് പോകുന്നതിന് മുമ്പ് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇവരുടെ ഇന്റൻഷൻ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ ഈ ഡോക്യുമെന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇന്ന് കേരളത്തിലെ ഈ BJP CPM ഡീൽ എത്ര ഡീപ്പാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വട്ടം നമ്മുടെ സുരേഷ് ഗോപി വലിയ അവകാശവാദത്തിൽ ഇന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയോട് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻറ്റിമേഷൻ പറഞ്ഞതാണെന്ന്. അതായത് വലിയ മഴ പെയ്യാൻ പോവാണ്, നടപടി എടുക്കണം, അല്ലെങ്കിൽ ഇത് മെയിൽ അയച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് മെയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അയച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഈ സംഭവം നടന്ന് ഇത്രയും അന്ന് പറഞ്ഞ ആളുകൾ നിങ്ങൾ ഓരോരുത്തരും റിവ്യൂ ചെയ്യണം. ഇന്ന് മന്ത്രിയായിട്ട് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഇതിലിരിക്കുന്ന സുരേഷ് ഗോപി പോലും ഈ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന അദ്ദേഹം പോലും മൗനം പാലിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് CPM സഹായിക്കാൻ ഈ സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി വരുമെന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് എന്നെ ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം. അതിനെക്കുറിച്ച് ഇതിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. കോടതിയിൽ പോകുന്ന മാറ്റുപിള്ളയാണ് എന്തുകൊണ്ട് ഈ വിഷയം ഉയർത്തി കോടതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ് സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ചോദിച്ചത്. കഴിഞ്ഞ ദിവസം സ്വരാജ് കോടതിയിൽ പോകുന്നതിനെ ആക്ഷേപിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. എനിക്ക് അദ്ദേഹത്തോടും അദ്ദേഹം ഒരു ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്രയും തരംതാണ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അന്തം കമ്മികളായിട്ടുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ കോടതിയിൽ പോകുന്നത് ജോലി ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും 1 രൂപ വീട്ടിൽ കൊണ്ട് എൻ്റെ കാര്യത്തിന് ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ അധ്വാനിച്ച് വരുമാനത്തിന് തൊഴിൽ, രാഷ്ട്രീയം സേവനം എന്നതായിരിക്കണം പുതിയ തലമുറയുടെ കാഴ്ചപ്പാടെന്ന് സമൂഹത്തോട് പറഞ്ഞ വ്യക്തിയാണ്. അതിൻ്റെ അന്തസ്സ് പാലിക്കാൻ ഞാൻ കോടതിയിൽ കേസുകൾ നടത്തിയിട്ടുണ്ട്. അത് കേസ് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ഞാനത് ചോദിക്കുന്നില്ല. സ്വരാജ് കോടതിയിൽ പോയിട്ട് എന്തായെന്ന് മറ്റാരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. വേണമെങ്കിൽ എനിക്ക് ചോദിക്കാൻ പാടില്ല അദ്ദേഹത്തോട്. ഒരു കേസിലെ വിധിയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ പോലെ ഒരാള് ഈ നിലവാരത്തിലേക്ക് താണയിൽ എനിക്ക് ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഈ ആക്ഷേപം അധിക്ഷേപം കൊണ്ട് എൻ്റെ കോടതി പോക്ക് നിർത്തില്ല. കാരണം ദാറ്റ് ഈസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. നിങ്ങളുടെ ഒരുപാട് നേതാക്കന്മാർ ആർഭാട ജീവിതം നയിക്കുന്നത് ആരെങ്കിലും ജോലി ചെയ്തിട്ടാണോ? ആരെങ്കിലും പണിയെടുത്തിട്ടാണോ? സ്വരാജിനോട് വിരലി കൊണ്ട് ചോദിച്ചാൽ നിങ്ങൾ എല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ട്, പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ എന്ത് ജോലി എടുത്തിട്ടാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ട്. അതൊന്നും എന്നെക്കൊണ്ട് ചോദിപ്പിക്കരുത്, പറയിക്കരുത്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ പോകുന്നതിനെ കുറിച്ച് അങ്ങ് പറയിടാവേണ്ട കാര്യമില്ല. അതെൻ്റെ ജോലിയുടെ, എൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമാണ്. കേസ് ചിലപ്പോൾ തോക്കും, ചിലപ്പോൾ ജയിക്കും. പക്ഷേ അതിനൊന്നും ഒരു വക്കീലിനും അങ്ങനെ അപമാനിക്കാനോ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ വക്കീലായ KK വേണുഗോപാലും ഫാലിയസ് നരിമാനും കേസുകൾ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞൊന്നും ഞങ്ങൾ ഇതാക്കാന്ന് വിചാരിക്കണ്ട. ഈ കേസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ കോടതിയിൽ വന്നതാണെന്നും അത് കോടതി തള്ളിയതാണെന്നും പറയുന്നുണ്ട്. അല്ല, അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്നെല്ലാം ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് പിഴവാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധക്കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ അമിക്കസ് ക്യൂറി റിപ്പോർട്ടുകൾ വായിക്കണം.
അമിക്കസ് ക്യൂറി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് അഴിമതിയുടെ ഒരു എലിമെന്റ് ഉണ്ടെന്ന് അന്ന് ആരും പറഞ്ഞില്ല, അന്നും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. ഈ കാശ് മേടിച്ചിട്ട് ചെയ്യാത്ത, അല്ലാണ്ട് ഇത് ഉണ്ടായ വീഴ്ചയല്ല, മനഃപൂർവ്വം ഉണ്ടാകുന്ന വീഴ്ചയ്ക്ക് പിന്നിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴല്ലേ വരുന്നേ. ഈ സാമ്പത്തിക നേട്ടം മേടിച്ചു വെച്ച പൈസ, കോടികൾ മേടിച്ചു വെച്ചിട്ടാണ് ഡാം തുറക്കാത്തതെന്നുള്ളത് ഇപ്പോഴല്ലേ വരുന്നേ. ആ ആസ്പെക്ട് കോടതിയുടെ മുമ്പിൽ വന്നിട്ടില്ല. പക്ഷേ ഈ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് സെൻട്രൽ വാട്ടർ കമ്മീഷനും അതുപോലെ തന്നെ ചെന്നൈ IITയും ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അന്ന് ഈ വിഷയങ്ങളൊന്നും മാത്രമല്ല ഇതിന്റെ ഒരു റൂൾ കർവ് പാലിക്കണം. അപ്പൊ ഇതിൽ തന്നെ പറയുന്നതിന് മുൻ അനുഭവം വെച്ച് തുറന്നു വിടണം എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയാണെന്ന് മന്ത്രി ചേറിയതിൽ പറയുന്ന ആദ്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ റൂൾ കർവ് എവിടെയും പാലിക്കപ്പെട്ടിട്ടില്ല, അത് ബ്രേക്ക് ചെയ്തത് വലിയ പ്രശ്നമല്ലേ? അല്ല, റൂൾ കർവ് ഉണ്ടാക്കാൻ പറഞ്ഞ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് ഇവരുണ്ടാക്കിയില്ല. റൂൾ കർവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു. കേന്ദ്ര സർക്കാർ അപകടമുണ്ടെന്നും കേരളത്തിലെ ഡാമുകൾക്ക് നിങ്ങൾ റൂൾ കർവ് ഉണ്ടാക്കിയിട്ടില്ല എന്നും CNDG റിപ്പോർട്ടിൽ വന്നതാണ്, ഓഡിറ്റിൽ വന്നതാണ്, ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. അപ്പൊ ഇവർക്ക് ഇത് സഹായിച്ച് കോടികൾ വാങ്ങാൻ പറ്റില്ല. അവർ റൂൾ കർവ് ഉണ്ടാക്കിയില്ല. റൂൾ കർവ് ഉണ്ടാക്കിയിട്ട് തുറന്നു വിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ഉദ്യോഗസ്ഥനെങ്കിലും പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത്രയും വലിയ ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി ചെയ്തതിന്റെ പേരിൽ ഇപ്പൊ ആ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കൂടി അത് അവരെ സേഫ് ഗാർഡ് ചെയ്തു. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇത് ചെയ്തില്ല എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. സഭയിൽ ചർച്ച ചെയ്തപ്പോൾ ഈ വിഷയം എന്തുകൊണ്ട് ഉന്നയിച്ചില്ല എന്നുള്ള കാര്യം കൂടി മന്ത്രി കൃഷ്ണൻകുടി ചോദിക്കുന്നു. അല്ല, സഭയിൽ ചർച്ച ചെയ്യണമെന്ന് അവർ പറയണ വേറൊന്നും വേണ്ട. അവർക്കാണല്ലോ അഭിപ്രായം. സ്പീക്കറും അവരെയാണ്. അവർക്ക് മൈക്ക് ഓഫ് ചെയ്യാൻ, ബഹളം വെക്കാം, അതോടെ കുഴിച്ചു മൂടാം. ആണെന്നുള്ള വാദം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട് പല കേന്ദ്രങ്ങളിലും. ആണെങ്കിൽ അതിനെതിരെ നടപടി എടുക്കട്ടെ അവരുടെ പോലീസ്, അവരുടെ ഭരണം, അവരുടെ സംവിധാനം. പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു ആരോപണം എനിക്കെതിരെ ഇപ്പോൾ ഇവിടെ വളരെ വ്യാപകമായിട്ടാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോന്ന് എനിക്കറിയില്ല. ഞാൻ 1 കോടി രൂപ ചോദിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചതെന്ന് ഞാൻ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് മത്സരിച്ചിട്ടുള്ളത്. പൊതു തെരഞ്ഞെടുപ്പുകൾ 2 എണ്ണത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. 2 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇന്നിപ്പോൾ ഈ പോളിംഗ് ഡേയിലേക്ക് കടക്കുന്നതിന് തലേ ദിവസം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മേരിമാത കൺസ്ട്രക്ഷൻ എന്നല്ല, ഞാൻ ഒരാളോടും ഒരു വ്യക്തിയോടും എൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ലാതെയോ 1 രൂപയുടെ ഫണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. 1 രൂപയുടെ ഫണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളോ അടുപ്പക്കാരോ എന്നോട് സ്നേഹമുള്ളവരോ വന്ന് തന്നിട്ടുള്ള ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. വന്ന് ഒരുപക്ഷെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈറ്റിൻ്റെ ഇതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നതുകൊണ്ട് പ്രൊആക്റ്റീവായി ഇങ്ങോട്ട് വന്ന് തന്ന പൈസ വാങ്ങിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ മേരിമാത എന്നല്ല, മൂവാറ്റുപുഴയിൽ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, വിദേശത്തു നിന്നല്ല, ഒരാളോട് 1 രൂപ ഞാൻ ചോദിച്ചിട്ടില്ല. അത് 2 തെരഞ്ഞെടുപ്പ് മത്സരിച്ചു എൻ്റെ നിലപാടാണ്. എന്നിട്ട് വെറുതെ CPM ഇങ്ങനെ ഇല്ലാത്ത കഥ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഒരു കഷ്ടമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കും. മേരിമാത നിങ്ങൾക്ക് അറിയാവുന്ന ആളിലൊക്കെ ആണല്ലോ, അവർ പറയട്ടെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. എനിക്ക് കോൺഫിഡൻ്റ് ആയി പറയാൻ പറ്റും. ഞാൻ ഒരാളെയും വിളിച്ച് 1 രൂപ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ്. അല്ല, ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള ധാരാളം അഴിമതികളും കൊള്ളയും കേരളത്തിൽ നടന്ന നമുക്കിത് അടുത്തൊരു സ്റ്റെപ്പ് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർജവമുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരണം. ആർജവമുള്ള ഒരു ഗവൺമെന്റിനെ കൊണ്ടുവന്നാൽ ഇതല്ല, ഇതുപോലെ ഒരുപാട് അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരാനും തെളിവുകൾ ശേഖരിക്കാനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഈ അഴിമതിക്കാരെയും കൊള്ളക്കാരെയും കയ്യാമം വെച്ച് കേരളത്തിന്റെ മുമ്പിലൂടെ കൊണ്ടുപോകാനും കഴിയും. അതിനൊരു സർക്കാർ അധികാരത്തിൽ വരണം, ഒരു ജനകീയ സർക്കാർ അധികാരത്തിൽ വരണം, ആർജവും ഇച്ഛാശക്തിയുമുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരണം. അതാണ് ഇതിന്റെ മാർഗം. ഓൾറെഡി ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ അത് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് സന്തോഷം തോന്നി. UDF വന്നാൽ ഈ വിഷയമടക്കം അഴിമതി വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, ബഹുമാനായ ഏറ്റവും ഉന്നതനായ KC വേണുഗോപാൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ കോൺഫിഡൻസും സന്തോഷവും ആത്മവിശ്വാസവും എനിക്കുണ്ട്. നേരത്തെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു, നിയമപോരാട്ടം നടത്തിയാണ്. അതും ഇതും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ് കയ്യിൽ കിട്ടുമ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ട്? അല്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് എന്നല്ലേ പറഞ്ഞേ. ഇപ്പോൾ അവരുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു മന്ത്രി അദ്ദേഹം തന്നെ പറയല്ലേ ഇത് സംഭവിച്ചാണെന്ന്. ഞാൻ കേരളത്തോട് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ മറുവശത്ത് നിന്ന് ഒരുപാട് മാനേജ്മെന്റ് നടത്തി എന്നെ ആക്ഷേപിച്ച് പരിഹസിച്ച് എനിക്ക് എന്നെ വേട്ടയാടി ഇങ്ങനെ ഇത് അതില്ലെന്ന് വരുത്തി കോടതിയിലെ ഇത് ഉദ്ധരിച്ച് ഇവര് അതിനെ മൂടാൻ ശ്രമിച്ചപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞതല്ലല്ലോ, അവരുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു മന്ത്രി തന്നെ പറഞ്ഞ കാര്യം. അറ്റ്ലീസ്റ്റ് ഇനി ആരെന്ത് പറഞ്ഞാലും സാധാരണ സഖാക്കളുണ്ടല്ലോ, ഇതിൻ്റെ ഒന്നും ഒരു നേട്ടവും കിട്ടാത്ത പാവപ്പെട്ടവർ, അവർക്കിത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നാളെ പോളിംഗ് ബൂത്തിൽ നടത്തും. നമുക്ക് നോക്കാം.
മറ്റൊന്ന് മാത്യു ടി തോമസ് പറയുന്നത് സ്പിൽവേയുടെ എല്ലാ ഷട്ടറുകളും കൃത്യമായി തുറന്നിരുന്നതാണ് മാത്യു ടി തോമസ് പറയുന്നത്. അല്ലെന്നേ ഞാനിപ്പോൾ അത് ഈ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതാണല്ലോ വെച്ചത്. ഈ ഓർഡർ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അവരുടെ ഇൻറ്റൻഷൻ, അവരുടെ താല്പര്യം എവിടെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. ഒരു പ്രളയം കഴിഞ്ഞിട്ടും അവരുടെ ആറ്റിറ്റ്യൂഡ് എവിടെയായിരുന്നു എന്ന് കാണിക്കുന്ന ഡോക്യുമെൻ്റാണിത്. അതായത് എന്തിനാണ് ഈ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മണ്ണിനെ കുറിച്ച് പറഞ്ഞത്? മഴ വന്ന് മണ്ണ് പോയാൽ അവർക്ക് തന്നെ നടക്കും. വൈ ആർ ദേ വറീഡ് അബൌട്ട് ദിസ്? സോ ദാറ്റ് ഷോസ് ദ ഇൻറ്റൻഷൻ. ദാറ്റ്സ് ക്ലിയർ. 31/5/2019 മഴക്കാലത്തിന് മെയ് മാസത്തിൽ ചേർന്ന അവലോകന യോഗം. പ്രളയത്തിന് ശേഷമുള്ളതിൽ പോലും മണ്ണ് എടുക്കാൻ നോക്കുകയാണ്. പ്രളയം അത്രയും വലിയ അനുഭവം ഉണ്ടായിട്ട് പോലും. അപ്പം പിന്നെ ആ സമയത്ത് ആരും ചോദിക്കാനും പറയാനും ഇല്ല, അന്വേഷിക്കാനും ഇല്ലാത്തപ്പോൾ മണ്ണ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഊഹിക്കാൻ പാടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.